ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബയോഷോർട്സ്. ഇന്ന് നമ്മൾ CSIR പൊതുവേ നമുക്കൊരു പ്രിസ്ക്രൈബ് ആയിട്ടുള്ള സിലബസ് ഉണ്ടല്ലോ. എന്നാലും ഈ സിലബസ് മൊത്തം നോക്കുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ നോക്കുന്നത് ബയോമോളിക്യൂൾസ്, അതായത് ബയോകെമിസ്ട്രി വരുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ, സെല്ലാർ ഓർഗനൈസേഷൻ, ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം പൊതുവെ കവർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന സെൽ ബയോളജിയിലെയും അത്യാവശ്യം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും വിട്ടുപോകുന്ന ഒരു പാർട്ടാണ് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ്, കെമിക്കൽ ബോണ്ട്സ്. ആക്ച്വലി നമ്മൾ വിചാരിക്കും നമുക്കിതെല്ലാം അറിയാമെന്ന്. ആക്ച്വലി നമുക്കിതൊന്നും അറിയില്ല. ബേസിക് കാര്യമായിരിക്കും. എക്സാമിന് വരുമ്പോൾ ഈ ആറ്റം, മോളിക്യൂളും കെമിക്കൽ ബോണ്ടൊക്കെ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതങ്ങ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇനി അത് സ്കിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എക്സാമിന് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ധൈര്യമായിട്ട് എഴുതിക്കോ. ഈ ഒരു വീഡിയോ എക്സാമിന് തലേന്നോ കുറച്ച് മുന്നെയോ ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ മതി. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതിവിടെ ഒരു കെമിക്കൽ ബോണ്ടും കൊണ്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ് അത്യാവശ്യം കുറച്ചും കൂടി പറയാനുണ്ട്. അപ്പോൾ ഞാൻ അതൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക, ഈ ചാപ്റ്ററിൽ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. നമുക്ക് ആറ്റംസിന് പറയുന്നതിന് മുന്നേ വാട്ട് ഈസ് ആൻ എലമെൻറ്റ്, എലമെൻറ്റ് എന്താണെന്ന് പഠിക്കാം. എലമെൻറ്റ്സ് എന്താണെന്ന് നമ്മുടെ അടുത്ത് ഇപ്പോൾ MSc കഴിഞ്ഞിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എലമെൻ്റ് ആണ്. ആക്ച്വലി അതല്ല. എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് സിമ്പിൾ ആയിട്ടുള്ള ഈ സിമ്പിളർ മോളിക്യൂൾസ് ആയിട്ട് ഡികമ്പോസ് ചെയ്യില്ല. ബേസിക് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്, ഡികമ്പോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ CO2 എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആവും. ഓക്കെ, ഓക്സിജൻ ആണ് എലമെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ എർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എർത്തിൽ ഓൾമോസ്റ്റ് ഒരു 90 എലമെൻറ്റ്സോളം ഉള്ളു. 90 എലമെൻറ്റ്സ്. ഇതിപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു എണ്ണം മനസ്സിലാക്കി വെച്ചാൽ മതി. 90 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 90 എലമെൻറ്റ്സിൽ 25 എലമെൻറ്റ്സ് ആണ് നമ്മുടെ ലിവിങ് ബോഡി അല്ലെങ്കിൽ ലിവിങ് തിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 25 എലമെൻറ്റ്സ് ആണ്. നമ്മൾ കെമിസ്ട്രി ബേസിക് അല്ല, അപ്പോൾ 90 എലമെൻറ്റ്സിന് ബാക്കി കഥകളൊന്നും പറയേണ്ട ആവശ്യമില്ല. 25 എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ ലിവിങ് തിങ്സ് മേക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 25-ൽ 11 എലമെൻറ്റ്സിനെ കുറിച്ച് നമ്മളൊന്ന് ഓർത്തിരിക്കണം. എക്സാമിന് ഈ 11 എലമെൻറ്റ്സിനെ കുറിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഈ ഒരു ടേബിൾ നിങ്ങൾ അങ്ങ് പഠിച്ചോ. ഈ ടേബിൾ ആയിരിക്കും എക്സാമിന് പൊതുവേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിൽ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുമ്പോൾ കോമ്പോസിഷൻ ഓഫ് ലിത്തോസ്ഫിയർ. നമ്മുടെ എർത്തിൻ്റെ ലിത്തോസ്ഫിയറിൽ ഉണ്ടാക്കിയിരിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് ഒന്നാമത്തെ റാങ്കിങ്, അതായത് 47% ഓഫ് ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് ഓഫ് ഓക്സിജൻ. അത് കറക്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. ഓക്സിജൻ ആയിരിക്കാം കൂടുതൽ എന്നൊരു ചിന്ത വരാം. ഓക്കെ, ഓക്സിജൻ സമ്മതിച്ചു. സെക്കൻഡ് മോസ്റ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്ന എലമെൻ്റ് ഏതാ? സിലിക്കൺ. തെറ്റിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പായിട്ടും തെറ്റിക്കും. സിലിക്കൺ ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കും കാർബണോ ഹൈഡ്രജനോ ആയിരിക്കും. കാർബണാന്ന് വിചാരിക്കും. കാരണം ഈ പറയുന്ന പ്ലാന്റ്സും അനിമൽസും എല്ലാം തന്നെ ഡെത്തിന് ശേഷം കാർബണായിട്ട് കൺവേർട്ട് ചെയ്ത് സോയിലിലേക്ക് പോവാം. അപ്പോൾ കാർബണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്നൊരു ചിന്ത വരാം. പക്ഷെ കാർബൺ അല്ല. ഓക്സിജന് ശേഷം സിലിക്കൺ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ലിത്തോസ്ഫിയറിൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കറക്റ്റ് ആക്കിക്കോണം. സിലിക്കോൺ ആണ് ഓക്സിജന് ശേഷം കൂടുതൽ കണ്ടിട്ടുള്ള കോൺസെൻട്രേഷൻ. ഓൾമോസ്റ്റ് 28%ഓളം സിലിക്കൺ ഉണ്ട്. അതിനുശേഷം തേർഡായിട്ട് വരുന്നതാണ് അലുമിനിയം ആണ് നമ്മുടെ ലിത്തോസ്ഫിയർ. ഓർത്തിരിക്കുക, ലിത്തോസ്ഫിയർ ആണ് അറ്റ്മോസ്ഫിയറുമായിട്ട് മാറിപ്പോരുത്. ലിത്തോസ്ഫിയറിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് ഓക്സിജൻ, സിലിക്കൺ, പിന്നെ അലുമിനിയം. പിന്നെ അതിനുശേഷമാണ് അയൺ, അതിനുശേഷം കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ടൈറ്റാനിയം, പിന്നെയാണ് ഹൈഡ്രജൻ. 0.22% ആണ്. കാർബൺ 0.19%. ഇതിൻ്റെ പെർസെൻറ്റേജ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിത്തോസ്ഫിയറിൻ്റെ അവസ്ഥ. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് പറയുകയാണെങ്കിലോ, ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ലിവിങ് ബോഡി എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഹ്യൂമൻ ബോഡിയിലെ ഫസ്റ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. 63% ഹൈഡ്രജൻ ആണ് നമ്മുടെ ബോഡി മേക്ക് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സഫീഷ്യൻ്റ് ആയിട്ട് കാണുന്നത് ഓക്സിജൻ ആണ്.
25.5% ആണ് നമ്മുടെ ബോഡി മേക്ക് ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കുക, ഓക്സിജൻ 47 ആണ്, അതിൻ്റെ ഹാഫ് 25.5 ആണ്. ഓൾമോസ്റ്റ് ഹാഫ് ആണ് നമ്മുടെ ഓക്സിജൻ നമ്മുടെ ബോഡി മേക്ക് ചെയ്തിരിക്കുന്നത്. തേർഡ് കാർബൺ ആണ്. നമ്മുടെ ബോഡിയിൽ കാർബൺ കൂടുതലുണ്ട്, 9.5 ആണ് നമ്മുടെ ബോഡിയിലുള്ള കാർബൺ. പിന്നെ ഫോർത്ത് വരുന്നതാണ് നൈട്രജൻ. ഞാൻ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന എലിമെൻസിൻ്റെ വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ. നൈട്രജൻ വരുന്നത് 1.4 ആണ്. ഓക്കെ, അതിനുശേഷം മാത്രമാണ് കാൽഷ്യം, ഫോസ്ഫറസ്, ക്ലോറിൻ, പൊട്ടാസ്യം, സൾഫർ, സോഡിയം, മാഗ്നീഷ്യം പോലുള്ള എലിമെൻസും വരുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ അങ്ങ് പഠിച്ചിരിക്കാം. എക്സാമിന് ഇതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിനൊരു സ്റ്റാറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1% ആയിട്ട് കാണപ്പെടുന്ന എലിമെൻറ്റ്സ് എർത്തിൽ 1% കാണപ്പെടുന്ന എലിമെൻറ്റ്സ് ആണ് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ. ഈ എർത്തിൽ കാണപ്പെടുന്ന 1% ഹ്യൂമൻ ബോഡിയിലേക്ക് വരുമ്പോൾ 74%ഓളം ആണ് ലിവിങ് മാറ്റർ. 74% ഓഫ് ലിവിങ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന 3 എലമെന്റ്സ് ആണ്: ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ. ഓക്കെ, ഈ ഒരു കാര്യം കൊണ്ട് ഓർത്തിരിക്കാം. അപ്പോൾ ഒരു ലിവിങ് ബോഡി ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചില സീ അനിമൽസ് ഇല്ലേ, സീ അനിമൽസിൽ ചില എലിമെന്റ്സ് കൂടി ബോഡിയിൽ കണ്ടുപിട്ടുന്നത്. അതായത് വനേഡിയം കണ്ടുവന്നിട്ടുണ്ട്. ചിലതിൽ അയഡിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് സീ അനിമൽസിൽ കാണുന്നുണ്ട്. അതുകൂടാതെ ഈ സീയിൽ തന്നെയുള്ള ചെറിയ മറൈൻ ആൽഗേസിലും ഇതുകൂടാതെ യുറാനിയം വരെ അവരുടെ ബോഡിയിൽ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. സീ അനിമൽസിൽ വനേഡിയം, അയഡിൻ പോലുള്ള എലിമെന്റ്സ് ഉണ്ട്. മൈക്രോ ആൽഗയിൽ യുറാനിയം പോലുള്ള എലിമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം അതേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബോധം കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എലമെന്റ്സിനെ കുറിച്ച്. ബാക്കി ഡീറ്റെയിൽ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി എലമെന്റ്സ് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ആറ്റം എന്താണെന്ന് പഠിക്കാം. ആറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ നമുക്ക് അറിയത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓരോ ഈച്ച് എലമെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ള എലമെന്റ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ കൈൻഡ് ഓഫ് ആറ്റം. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എലമെന്റ്സ് ഓക്സിജൻ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ്സ് എല്ലാം തന്നെ ഒരു ടൈപ്പ് ഓഫ് വൺ കൈൻഡ് ഓഫ് ആറ്റം വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഓക്സിജൻ ആറ്റം കൂടുമ്പോൾ ഓക്സിജൻ ആവും. ഈ ഓക്സിജനും കാർബണും ആവുമ്പോൾ മോളിക്യൂൾ ആവും. മനസ്സിലായോ? കണക്ഷൻ മനസ്സിലായോ? ദിസ് ഈസ് ആറ്റം ആൻഡ് ദിസ് ഈസ് എലമെന്റ് ആൻഡ് ദിസ് ഈസ് കോമ്പൗണ്ട്. ഇങ്ങനെയാണ് ആ സീക്വൻസ് പോകുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് പറയാനുള്ള സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ആൻ എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന ആറ്റമാണ്. ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ ആറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചെറുപ്പത്തിലൊക്കെ പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ന്യൂക്ലിയസ് ഉണ്ട്, ഇറ്റ്സ് റിവോൾവിങ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്. ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ്ഡ് പ്രോട്ടോൺസ് ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് ഇലക്ട്രോൺസ് എന്നെല്ലാം നിങ്ങൾക്ക് അറിയാം. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കുന്നത്, സിംപ്ലസ്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺ മാത്രമുള്ളത് ആരാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് മാത്രമുള്ള പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ഇലക്ട്രോൺസ് ഇല്ല. ബാക്കി ഈ പറയുന്ന പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺസും ഇലക്ട്രോൺസും എല്ലാം കൂടി ഇതിന് എന്താണ്? ന്യൂട്രൽ ചാർജ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ അറിയാം. സിമ്പിൾ ആയിട്ടുള്ള ആറ്റം എന്താണ്, എലമെന്റ് എന്താണ്, അതൊക്കെയാണ് മറന്നു പോകുന്നത്. അതുപോലെ തന്നെ ഹീലിയത്തിന്റെ നമുക്കറിയാം ആറ്റോമിക് നമ്പർ 2 ആണ്. ആറ്റോമിക് നമ്പർ 2 എന്ന് പറയുമ്പോൾ 2 ന്യൂട്രോൺസ് ഉണ്ട്, 2 പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. ഇതൊന്നും പഠിക്കണമെന്നില്ല, ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാനുമില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ആറ്റംസിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇനി വന്ന് പഠിക്കാനുള്ളത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസും നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്നതാണ്. എന്നാലും നമുക്ക് ഓർത്തിരിക്കുക, ഈ പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സംഭവമാണ് ഇലക്ട്രോൺസ്. ഫോർ എക്സാമ്പിൾ ഹീലിയത്തിന് ഓൾമോസ്റ്റ് 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ പ്ലസ് 1 പഠിച്ചതാണ്. ഇപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ അതൊന്ന് ഓർത്തിരിക്കുക. ഈ ഇലക്ട്രോൺസിന് അറേഞ്ച് ചെയ്യാനായിട്ട് പല സബ് ഷെൽസ് ഉണ്ട്. എനർജി ലെവൽസ് അല്ലെങ്കിൽ ഷെൽസ് എന്ന് പറയുന്ന അറകളുണ്ട്. എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്, ഒ ഷെല്ല്. ഇതൊന്നും ഓർത്തിരിക്കുക. കെ ഷെല്ലിൽ ആദ്യം വരും ഇലക്ട്രോൺസ്, പിന്നെ എൽ ഷെല്ലിലേക്ക് പോകും, പിന്നെ അതിലും അപ്പുറമായിട്ടുള്ള എം, എൻ, ഒ അങ്ങനെ സബ് ഷെല്ലുകളിൽ ഉണ്ടാകും. ഈ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്.
കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ വാലൻസി ഉള്ളത്. പിന്നെ ബാക്കി എല്ലാത്തിലും 8 ഇലക്ട്രോൺസ് ആണ് കീപ്പ് ചെയ്യാനുള്ള വാലൻസി ഉള്ളത്. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ ഹീലിയത്തിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഹീലിയത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹീലിയത്തിന് 2 ഇലക്ട്രോൺസ് ഉള്ളൂ, അപ്പോൾ 2 കെ ഷെല്ലിൽ വന്നിരിക്കുന്നു. ഓക്കെ, ലിഥിയത്തിൻ്റെ കേസ് നോക്കാം. ലിഥിയത്തിൻ്റെ കേസിൽ 3 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ എങ്കിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 2 ഇവിടെയും എല്ലിൽ 1. ഓക്കെ, അങ്ങനെ വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഡിയം ആണ്. സോഡിയത്തിൻ്റെ എങ്ങനെയാണ് 11 ആണ് അവരുടെ 11 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ കണക്ക് എങ്ങനെയായിരിക്കും? എമ്മിലേക്ക് പോകും. 2 8 10 ഇപ്പം 8 വാലൻസി കഴിഞ്ഞു, ഇനി ഒരെണ്ണം എമ്മിലേക്ക് പോകും. മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഒരു സബ് ഷെൽസ് അല്ലെങ്കിൽ ഷെല്ലുകളിൽ എനർജി ലെവൽ മാറുന്നതനുസരിച്ചിട്ട് അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് മനസ്സിലായല്ലോ. ഈ ഒരു ബോധം വേണം. ഇത് ഞാനൊരു CSER 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയർ. അറേഞ്ച്മെന്റ്സ് ഈ ഒരു KLMNO കേട്ടിട്ടുണ്ടെങ്കിലും എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ കത്തത്തില്ല. അപ്പോൾ ഈ ഒരു ഐഡിയ കൂടി നിങ്ങൾ എലമെന്റ്സിന്റെ ഭാഗത്ത് ഓർത്തിരിക്കാം. ഇപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജന് K ഒരെണ്ണം ഉള്ളൂ, അപ്പോൾ അതിന് വാലൻസി 1 ബാക്കിയുണ്ട്. ഹീലിയത്തിന് 2 എണ്ണം ഉണ്ട്. ലിഥിയം 2 1 വരും, ബെറിലിയം 2 2, ബോറോൺ 2 3, അങ്ങനെ 8 വരെ. നിയോൺ വരെ 8 കംപ്ലീറ്റ് ആവും. സോഡിയം വരുമ്പോൾ 8 കഴിഞ്ഞ് 1 ഇങ്ങോട്ട് പോകും. അപ്പോൾ 12 വരുന്ന മഗ്നീഷ്യോ 2 8 2. അപ്പോൾ ഇവിടെ 8 കംപ്ലീറ്റ്. ആർഗണിൽ 2 8 8 ആവും. അപ്പോൾ പൊട്ടാസ്യം വരുമ്പോൾ 2 8 8 1 ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകും. ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ +2 ബുക്കൊന്നും നോക്കി പോയി പഠിക്കാനൊന്നും ഇരിക്കേണ്ട. ഈ ഒരു ബേസിക് സബ് ഷെൽസിൽ ഇരിക്കുന്നതും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പിന്നെ ഒരു കൺസെപ്റ്റ് ഐസോടോപ്സ് ആണ്. ഈ ഐസോടോപ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ വായിക്കുക. ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യുക. സോ അപ്പോൾ എലമെന്റ്സ് ആറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ CSER എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഒരു കാര്യം പെൻഡിങ് ആണ്, അതായത് കെമിക്കൽ ബോണ്ടിങ്. ഈ കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ സ്റ്റേ ട്യൂൺ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഷെയറും ചെയ്യണം. സോ ബൈ.